വീണ്ടും കേരളത്തിൽ കോവിഡ് വ്യാപിക്കുകയാണോ? കേരളത്തിൽ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത് 182 കോവിഡ് കേസുകളാണ്. കോട്ടയം ജില്ലയിൽ 57, എറണാകുളത്ത് 34, തിരുവനന്തപുരത്ത് 30 കേസുകൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്തണമെന്നും RT-PCR കിറ്റുകളും സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ്. ഒമിക്രോൺ വകഭേദങ്ങളായ LF7, NB 1.8 എന്നിവയ്ക്ക് വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ഉപയോഗിക്കണം. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ്. ആരോഗ്യ പ്രവർത്തകർ ഇത് കർശനമായി പാലിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച കൈകൾ കഴുകണം. കോവിഡ് വ്യാപനം തടയാൻ സ്വയം പ്രതിരോധം ശക്തിപ്പെടുത്തണം. ജാഗ്രത പാലിക്കണം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.